ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ലവ് ബോംബിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചില ആളുകൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ പോയി പെടും. അത് പതിയെ ഒരു ട്രോമ ബോണ്ടായി മാറാൻ അധികം സമയം എടുക്കില്ല. ബട്ട് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. നമുക്കത് ഹെൽത്തി ആണോ, നമുക്ക് വർക്കൗട്ട് ആകാൻ കഴിയോ ഇല്ലയോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണെ മനസ്സിലാക്കാനുള്ള ഒരു ഇനഫ് ടൈം പോലും കിട്ടാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇങ്ങനെ ലവ് ബോംബിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് അവർ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്, ആ രീതിയിലാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്നായിരിക്കും എല്ലാം പെട്ടെന്ന് കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് ആവുക. ഇങ്ങനെയുള്ള ഒരു കാര്യം കാണാൻ സാധിക്കും. ഇനി ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി ഇത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും തുടങ്ങും. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് ആ റിലേഷൻഷിപ്പ് അത്ര വർക്കൗട്ട് ആകില്ല, മേ ബി അവരുടെ എന്തെങ്കിലും സ്വഭാവം നിങ്ങൾക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതൊരു ചാലഞ്ചിങ് ആണ്. അവരുടെ ബിഹേവിയറിനെ നിങ്ങൾ ചാലഞ്ച് ചെയ്യുന്നത് പോലെയാണ്. മാത്രമല്ല, അവരുടെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ റിലേഷൻഷിപ്പിൽ നിന്നും ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. പക്ഷെ ഇവർ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യും. പക്ഷെ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ പ്രോബ്ലം കാരണമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ഫോൾട്ട് കൊണ്ടാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് എന്ന രീതിയിലൊക്കെ അത് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മാത്രമല്ല, ഒരു ഗിൽട്ട് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങളിൽ ആ ഒരു ഗിൽട്ട് ഉണ്ടാക്കിയെടുക്കുക, ഇതുപോലുള്ള മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ടാറ്റിക്സ് ഒക്കെ പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് തന്നെയാണ് ആൻസർ. സോ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ഉണ്ട്, അതുകൂടി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു ലവ് ബോംബിംഗ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തെ സൈൻ ആണ് ഓവർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ പ്രേസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും നിങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനോ, മേ ബി റിലേഷൻഷിപ്പിലേക്ക് പോലും നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കില്ല. ജസ്റ്റ് ആ ഒരു സ്റ്റേജ് ആയിരിക്കും. സംസാരിച്ച് റിലേഷൻഷിപ്പ് ഓക്കെ ആവുമോ ഇല്ലയോ, അല്ലെങ്കിൽ അത് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയുള്ള സ്റ്റേജിൽ പോലും അവർ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെയധികം നിങ്ങളെ പ്രേസ് ചെയ്തുകൊണ്ട്, ഓവറായിട്ട് എക്സസീവായിട്ട് പ്രേസ് ചെയ്തുകൊണ്ട്, നിങ്ങളില്ലാതെ പറ്റില്ല, ലൈക്ക് ഐ കാൺട്ട് ലിവ് വിതൗട്ട് യു, അല്ലെങ്കിൽ യു ആർ മൈ സോൾമേറ്റ്, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അവരങ്ങ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി കമ്മിറ്റഡ് ആണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൂടി ആ റിലേഷൻഷിപ്പിലേക്ക് ഓൾറെഡി എൻറ്റേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുക. മാത്രമല്ല, നിങ്ങളെ ഓവറായിട്ട് പ്രേസ് ചെയ്യുന്നതായിട്ട്, അഭിനന്ദിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും അടിപൊളിയാണ്, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള സംസാരം കൂടുതലായിട്ടും വളരെ ഷോർട്ട് പീരീഡിൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ്, ലവ് ബോംബിംഗ് റിലേഷൻഷിപ്പാണ്, അത് ട്രോമ ബോണ്ടിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു സൈനാണ് എക്സസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്. അതായത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല, പക്ഷെ എന്നാലും ആ ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് അവർ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ലൈക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു നോ എന്നുള്ള ഒരു ആൻസറാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പറയേണ്ടി വന്നത് എന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ അവർ മറ്റൊരു ബിഹേവിയറിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ട് നീ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, നീ ഇതാണോ എനിക്ക് തിരിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ടും നീ എനിക്കൊന്നും തിരിച്ചു തന്നില്ല, ഇങ്ങനെയുള്ള ഒരു ഗിൽട്ട് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടങ്ങും. ലൈക്ക് നമ്മൾ വിചാരിക്കും, അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ, അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, അല്ലെങ്കിൽ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും എഫേർട്ടും ഒക്കെ അവരാണ് എടുത്തത്, ഞാനൊന്നും ചെയ്തില്ല. ഇങ്ങനെയുള്ളൊരു തോട്ടൊക്കെ പതിയെ പതിയെ നിങ്ങളിൽ ഇൻജെക്ട് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ എക്സസീവായിട്ട് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുക, അത് നിങ്ങൾ ആവശ്യപ്പെടാതെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് പോലും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഷോർട്ട് പീരീഡിൽ, മേ ബി റിലേഷൻഷിപ്പിലേക്ക് ജസ്റ്റ് ഒരു 100% ആയിട്ടുള്ള ഒരു ഷുവറിറ്റി ഒന്നും വന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. ആൻഡ് തേർഡ് സൈനാണ് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ടോക്ക്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരമാണ് മൂന്നാമത്തെ ഒരു സൈന്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ക്വിക്കായിട്ടുള്ള റിപ്ലൈസ് ആവശ്യമാണ്. നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അവർക്കതിന് പെട്ടെന്ന് ഉത്തരം വേണം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ജസ്റ്റ് അപ്സെറ്റ് ആവും.
എന്താണ് ഇങ്ങനെ, എന്താണ് അങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ, അങ്ങനെ ആ ഒരു പെട്ടെന്നൊരു സ്വഭാവം മാറുക എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ മേ ബി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് തോന്നും ഫുൾ ടൈം റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്, വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് എല്ലാം ലൈഫിലെ മറ്റുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ബാലൻസ് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ ശ്രമിക്കില്ലേ, ആ ഒരു റൊട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടില്ല. പക്ഷേ ഈ ഒരു സമയം ഇവർ പാനിക് ആവും, അല്ലെങ്കിൽ അവരുടെ ഒരു ആങ്സൈറ്റി അവർ പ്രകടിപ്പിക്കും. അതെന്താ ഇപ്പൊ അങ്ങനെ, പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ, വളരെ പെട്ടെന്ന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ചേഞ്ചായി, മാറിപ്പോയി, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ സ്നേഹമില്ല, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലെയിം നിങ്ങൾക്ക് നൽകുക എന്നുള്ള രീതിയിലായിരിക്കും കൂടുതലായിട്ടും സംസാരിക്കുക. സോ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു സംസാരം ഇവർക്ക് ആവശ്യമായിരിക്കും. ഇൻ കേസ് ഒരു ക്വിക്കായിട്ടുള്ള റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആങ്സൈറ്റി പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇനി നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനാണ്, ഇവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ റഷായിട്ട് വളരെ ധൃതിയോട് കൂടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും. അതായത് പെട്ടെന്ന് എന്നുള്ള രീതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ പെട്ടെന്ന് കമ്മിറ്റഡ് ആക്കാനുള്ള ഒരു ശ്രമം, ഇനി കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് മാരേജ് എന്നുള്ളൊരു കാര്യത്തിലേക്കുള്ള ഒരു ശ്രമം, ഇങ്ങനെ എല്ലാത്തിനും ഒരു പ്രഷർ ചെലുത്തുന്ന രീതിയിലേക്കായിരിക്കും കൂടുതലായിട്ടും സംസാരമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും. നിങ്ങൾക്ക് തോന്നുകയാണ് അത്രയധികം ധൃതി പിടിക്കേണ്ട കാര്യമില്ല, കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം എന്ന് വിചാരിച്ച് ആ കാര്യം ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് അപ്സെറ്റ് ആവുകയും ചെയ്യും. സോ ഇവരുടെ ഭാഗത്തുനിന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരു ധൃതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം ലോക്കാക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവണത കൂടുതലായിരിക്കും ഈ ഒരു ലവ് ബോംബിങ്ങിൽ. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനാണ് ഡിമാൻഡിങ് ഓൾ യുവർ ടൈം. നിങ്ങളുടെ മുഴുവൻ സമയവും ഇവർക്ക് വേണം, അല്ലെങ്കിൽ ഇവർക്കാണ് അത് അവകാശപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് അവരുടെ സമയമാണ് എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി മെമ്പേഴ്സായിട്ടോ ഒക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ അതിന് വളരെയധികം ഒഫൻഡഡ് ആവും. ലൈക്ക് പക്ഷേ ആ ഒരു കാര്യം അവർ മറ്റൊരു രീതിയിലായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക. ആ ഒരു കാര്യത്തിനെ റീഫ്രെയിം ചെയ്യുന്നത് ഒരു റൊമാൻസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ അത്രയധികം സ്നേഹമുണ്ട് എന്ന രീതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിന്നിൽ വളരെയധികം ഒബ്സസ്ഡ് ആണ്, സോ നിന്റെ മുഴുവൻ സമയവും അല്ലെങ്കിൽ എന്നോടൊപ്പമാണ് ചെലവഴിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നീ എന്ന് പറയുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ എന്നോടൊപ്പമാണ് സമയം ചെലവഴിക്കേണ്ടത്, ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അത്രയും ഒബ്സസ്ഡ് ആണ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇതിനെ റീഫ്രെയിം ചെയ്യുക. ആക്ച്വലി അവർക്ക് അതിലൊരു കുറച്ച് ജലസ് അല്ലെങ്കിൽ ഒരു ഫിയർ ഒക്കെ ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള ആളുകളുമായിട്ട് കൂടുതൽ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ട്രിഗർ ആവുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി വേയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി വേയിലുള്ള റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടില്ല. ആക്ച്വലി അതൊരു ഹെൽത്തി വേയിലുള്ള റിലേഷൻഷിപ്പ് അല്ല, അതൊരു ലവ് ബോംബിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് വളരെയധികം ഓവറായിട്ട് എക്സസീവായിട്ട് തോന്നുന്ന ഒരു സ്നേഹം, ആ ഒരു പേഴ്സണെ മനസ്സിലാക്കാനോ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ടൈം ഒന്നും കിട്ടുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാര്യം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്